അല്ല പെണ്ണെ, ഇങ്ങനെ കുത്തിയിരുന്നാ മതിയോ? നീയൊരു ജലദേവതയാണെന്നാ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ വെള്ളത്തിലോട്ടൊന്ന് ചാട്, നിനക്കൊരു വെളിവ് വരട്ടെ. നിന്റെ കൂടെ നടന്ന് എന്റെ വെളിവ് പോകുന്ന ലക്ഷണം ഇപ്പൊ കാണുന്നത്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ എന്താടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നിന്റെ ഈ കച്ചയൊക്കെ അങ്ങോട്ടൊന്ന് അഴിച്ചു മാറ്റി അലക്കി വെക്ക്, ഇല്ലെങ്കിൽ ചൊറി വരും. വെറുതെ അല്ല ആമ്പിള്ളേര് കണ്ണു വെക്കുന്നത്. സോപ്പിട്ടൊന്ന് തേച്ചാൽ പെണ്ണ് സുന്ദരി തന്നെ. പെണ്ണിന്റെ ഒരു നാണം. പോയിനടല്ല, മനുഷ്യന്റെ നേരെയാണോടാ നിന്റെയൊക്കെ കല്ലേറ്? എടാ വിനു, എന്നെ ഉറുമ്പ് കടിക്കുന്നു. അല്ലടാ, ഈ നേരത്താണ് നിന്റെ ഒരു ഉറുമ്പ്. നിന്നെ കടിക്കുന്നില്ലേ? ഞാനൊന്നും അറിയുന്നില്ല. എന്റെ ഹെഡ് ഓഫീസ് കടിച്ചടാ. മിണ്ടാതിരിയടാ. വാ നമുക്ക് പോവാം. എനിക്ക് വീട്ടിൽ നിന്ന് നന്നായി കിട്ടും. വാ പോവാ, വാ പോവാ നമുക്ക്. വാ പോവാ. എന്താണ് ഇവിടെ? അയ്യോ രാമമാഷ്, പെണ്ണുങ്ങളെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കുന്നോടാ ശുംഭന്മാരെ. ഏത് സ്കൂളിൽ നിന്നാണ് ഇത്ര കാര്യങ്ങൾ പഠിച്ചത്? നല്ല കുട്ടിയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും ആവർത്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ താമസം? പോരടാ, വേഗം വീട്ടിൽ പൊക്കോണം. കരിങ്കല്ലാണെങ്കിലും നീ വളരെ ഭാഗ്യവാനാ. സുശീലയുടെ കൈകൊണ്ടുള്ള തലോടലേക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. വീട്ടിലൊരുത്തി ഇല്ല എന്റെ ഗോപാലൻകുട്ടി. അവളെ കൊണ്ട് 1-2 തവണ തലോടിച്ചൂടെ നിനക്ക്? ഓ, ഉണക്കമീൻ പോലുള്ള അവളുടെ കൈകൊണ്ട് തലോടിച്ചാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ 3 കുഞ്ഞുങ്ങള് വീട്ടില് കളിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് അയൽക്കാരൻ്റെതാ. ഗോപാല നിർത്തിക്കോള്. സുശീലനോട് കൊഞ്ചാൻ പോയാ നീ വിവരം അറിയും. എല്ലാവരുടെ അടുത്തും കളിക്കുന്ന പോലെ നീ ഓളുടെ അടുത്ത് കളിക്കണ്ട.
മുതലാളിയുടെ പിൻബലത്തിലാ അവളുടെ നെകളിപ്പ്. എന്നാ ഈ ഒരു കാര്യം ചെയ്, മുതലാളിയോട് പറഞ്ഞു നീ എന്നെ അങ്ങ് ഏറ്റെടുത്തോ. ഡായിങ് എത്തിപ്പോയി. എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം. അതെ, എന്റെ ലോഡ് നിറഞ്ഞു, ഞാൻ പോട്ടെ. നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ, അല്ലേ സുശീല? ആ ജോസഫേട്ടാ പറയ്, എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ? ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്ക്. വെള്ളത്തിലല്ലേ കല്ലിടുന്നത്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ മുതലാളി ഈ ഇടയായിട്ട് വല്ലാത്തൊരു ഗൗരവം? അല്ല, ഈയിടെ നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. അതെ, ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട. എടീ, മാമ്പള്ളി ഔസേപ്പ്, അതായത് എൻ്റെ അപ്പൻ, അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാ നീ. മുതലാളി, ഒരുപാട് സഹിച്ചത് ആ കുട്ടി. ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല. സമയം കളയാതെ നീ നിന്റെ പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ആ ചേട്ടാ, തപ്പ വരാം. ഇതാ പപ്പടേ. ഓ ശരി. എന്താ അത്? എന്റെ ഗോപാലൻ ചേട്ടാ, രാവിലത്തെ ഈ നടത്തം കാരണം കാലിനൊരു നീർക്കെട്ട്. തടി ഇളകാതെ വാസന്തി കാശുണ്ടാക്കുന്നു എന്നാ നാട്ടുകാരുടെ പരാതി. ഓരോരുത്തന്മാരുടെ പുറകെ 1000 വട്ടം നടന്നാലേ കാശ് കിട്ടത്തുള്ളൂ. അതും ചേച്ചീന്റെ മണം അടിക്കുമ്പോഴത്തേക്കും അവന്മാരങ്ങ് പോവും. പിന്നെ താപ്പി പേടിക്കണം. മണം പിടിക്കാൻ അല്ലേലും നിങ്ങൾ മിടുക്കന്മാരാണല്ലോ. ഗോപാലൻ ചേട്ടാ, ബിസിനസ് ഇപ്പൊ മോശ. പണ്ടത്തെ പോലെയല്ല. ആൾക്കാർക്കൊക്കെ ബാങ്ക് വാരി കൊടുക്കല്ലേ, വാസന്തിയുടെ പലിശയില്ല. എന്തോന്ന് വാസന്തി, ബാങ്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ ചാവടി യന്ത്രത്തിനല്ലേ പാസ്സാവൂ. എളുപ്പം കിട്ടാൻ വാസന്തി തന്നെ ശരണം. വാങ്ങാൻ വരുമ്പോ തേനെ പാലേന്നൊക്കെ വിളിക്കും. കയ്യെ കെട്ടിയ പിന്നെ മുങ്ങി നടക്കും. ഇവറ്റകളെ തീറ്റിപ്പോറ്റിയ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല. ആ ഗോപാലൻ ചേട്ടാ, നിങ്ങളുടെ സ്വന്തക്കാരിയുടെ. ഓ, ഏത് സ്വന്തക്കാരി? അങ്ങനൊരു സ്വന്തക്കാരി. നിങ്ങളൊരു സുന്ദരിയെ പാർപ്പിക്കുന്നില്ലേ, അവള്. ഓ, ആ പൊട്ടിപ്പോട്ടോ, ആർക്കറിയാം. പിന്നെ വാസന്തിക്കറിയില്ലേ ഞാൻ അത്രക്കാരനല്ല. എനിക്കറിയാലോ, അതല്ലേ ചോദിച്ചത്. ആ, അവളൊരു കുളിക്കാത്ത പെണ്ണ. നടക്കട്ടെ നടക്കട്ടെ. എന്റെ പൊന്നെ.